കാക്കനാട് കല്ലൂർ റൂട്ടിൽ യാത്രക്കാരെ കുത്തിനിറച്ച് സ്വകാര്യ ബസിന്റെ അപകട യാത്രയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തുറന്നിട്ട വാതിലിൽ തൂങ്ങിക്കിടന്നാണ് ആളുകൾ യാത്ര ചെയ്ത് എന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. 24 ഈ ദൃശ്യങ്ങൾ ലഭിച്ചു. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കാക്കനാട് കലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മലയിൽ എന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അപകടകരമായ യാത്ര നടത്തിയിരിക്കുന്നത്. സാധാരണയായി ഒരുപാട് ബസ് സർവീസ് നടത്തുന്ന റൂട്ടാണ്. പക്ഷേ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമാനമായ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പരാതിപ്പെട്ടത്. തുടർന്നാണ് ഇന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ അപകടകരമായ രീതിയിലാണ് യാത്ര. വാഹനത്തിന്റെ 2 ഡോറുകളും തുറന്നിട്ടാണ് കാക്കനാട് മുതൽ കലൂർ വരെ ഈ ബസ് സർവീസ് നടത്തിയതെന്നുള്ളതാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരടക്കം പറയുന്നത്. അതായത് ബസ്സിന്റെ കപ്പാസിറ്റിയേക്കാൾ 2 ഇരട്ടിയിലധികം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. വാതിലിൽ തൂങ്ങി നിന്നാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. അതിൽ പലരും പുറത്തേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അപകട സാഹചര്യം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ വാഹനം സൈഡ് നൽകുന്നതിനിടെ പോസ്റ്റിലോ സൈഡിലെ വാഹനങ്ങളിലോ അതിന് സമീപത്തു കൂടി പോയാൽ തന്നെ ഈ ഡോറിൽ തൂങ്ങി നിൽക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ വാഹനത്തിന്റെ ഡോറുകൾ തുറന്നിട്ട് സർവീസ് നടത്തരുത് എന്നുള്ള കർശന നിയമം നിലനിൽക്കെയാണ് ഈ സ്വകാര്യ ബസിന്റെ അപകട യാത്ര എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ ഇതുവരെ വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. കാക്കനാട് കല്ലൂർ അടക്കമുള്ള കൊച്ചിയിലെ പ്രാദേശിക റൂട്ടുകളിൽ സമാനമായ രീതിയിൽ ആളുകളെ കുത്തിനിറച്ചുകൊണ്ട് പോകുന്നു, അമിത വേഗത്തിൽ പോകുന്നു എന്നടക്കമുള്ള പരാതികൾ ഏറെ നാളുകളായി നിലനിൽക്കുന്നതുമാണ്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.